ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് തിങ്കളാഴ്ച എടുത്തിട്ടുള്ളതാണ്. തിങ്കളാഴ്ച നമുക്കൊരു നഗരൂരൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് രാവിലെ തൊട്ടേ ഉള്ളതൊന്ന് എടുക്കാമെന്ന് കരുതി. അങ്ങനെ 6:30 മക്കൾ രാവിലെ മദ്രസയിൽ പോയിട്ടുള്ളതാണ്. അവർ 8 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് മദ്രസയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ദോശയും ചമ്മന്തിക്കറിയും ഉണ്ടാക്കി കൊടുത്തായിരുന്നു. പിന്നെ കോവയ്ക്ക മെഴുക്കും വരട്ടി ചോറും മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ഒതുക്കിയിട്ട് നമ്മൾ കല്യാണത്തിന് പോകാനായിട്ട് റെഡിയായി. ഞാൻ കല്യാണത്തിന് പോകാൻ പോണതാണ് അങ്ങോട്ട്. എൻ്റെ ഒരു കൂട്ടുകാരി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇതിലേക്കൂടെ വരണേ, ഒറ്റയ്ക്കേ ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇതിലേക്കൂടെ വന്നു. അവളുടെ പേര് നിസ എന്നാണ്. 1 വർഷത്തോളം ഗൾഫിലായിരുന്നു. 3 മക്കളുണ്ട്. അപ്പം ഒരു 1-2 മാസമായിട്ടേ ഉള്ളൂ നാട്ടിൽ വന്നിട്ട്. അങ്ങനെ നമ്മളിതാ ഈ ഒരു കുറുക്ക് വഴിയാണ് ചെറുക്കൻ്റെ വീട്ടിലോട്ട് ഇറങ്ങിപ്പോയത്. നമ്മൾ പോകുന്ന വഴിയിലൊരു കാട്ടുകടി പൂത്തിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് ഹിബായും അപർണയും അതൊക്കെ നുള്ളി പറിക്കുന്നുണ്ടായിരുന്നു. ഈ അപർണ എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മോളോട് അപ്പം 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവർ ഒരുമിച്ച് സ്ക്രൈബ് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടൂറിസ്റ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഈ ടൂറിസ്റ്റ് ബസ്സിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ച് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ഇടണേ. നല്ല രസമുണ്ട് അതൊക്കെ വായിക്കാനായിട്ട്. പിന്നെ നമ്മൾ നഗരൂർ എത്തിയിട്ടുണ്ടായിരുന്നു. നഗരൂർ ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു കല്യാണം. നമ്മൾ അവിടെ എത്തി. ആഡിറ്റോറിയത്തിൻ്റെ പുറത്ത് തന്നെ ഒരു ഫുഡിൻ്റെ ഒരു ബഹളമായിരുന്നു കേട്ടോ. ഫുഡ് ഒരു 3-4 ഐറ്റം ജ്യൂസും പൊരിപ്പും പോപ്കോണും ഒക്കെ ആയിട്ടും ഒത്തിരി ഫുഡും കാര്യങ്ങളൊക്കെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പോപ്കോണും ബോംബെ പൂടയൊക്കെ വാങ്ങിച്ച് അവരും കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളങ്ങ് പെണ്ണിനെയും ചെറുക്കനെയും കാണാനായിട്ട് അങ്ങ് മുകളിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കാനോ ഫോട്ടോസ് എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഞാനൊരു TV കൂടെ അവർ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു താലി കെട്ടുന്നത്, അവർ ഫോട്ടോസ് എടുക്കുന്നതൊക്കെ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡെന്ന് പറയുമ്പോൾ അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചിട്ടുള്ളത് ബീഫ് ബിരിയാണിയാണ്. പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് വരാനായിട്ടൊരു ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഈ ബസ് നമ്മുടെ അടുത്തുള്ള ബസ്സാണ് കേട്ടോ. അതിൻ്റെ ഒരു 3-4 ഷോർട്സൊക്കെ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടൂറിസ്റ്റിൻ്റെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിട്ട പാട്ട് വേടൻ്റെ മറ്റേ കടലമ്മ എന്നുള്ള ആ സോങ്ങാണ്. അതിട്ടപ്പം തന്നെ എല്ലാവരും അങ്ങോട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിള്ളേരെല്ലാം. 3/4 മണിക്കൂറിൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആഡിറ്റോറിയത്തിൽ നിന്ന് നമ്മളെ വീട്ടിലോട്ട് വരാനായിട്ട്. പിന്നെ അന്നത്തെ വൈകിട്ടത്തെ കാര്യങ്ങൾ, രാത്രിയിലത്തെ കാര്യങ്ങളൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ രാവിലെ തൊട്ടേ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാനതെല്ലാം അങ്ങ് മറന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുഡിൻ്റെ വീഡിയോയിൽ ഞാൻ എപ്പോഴും അധികം എടുക്കാറുള്ളൂ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള വീഡിയോസ് എടുക്കാൻ ഞാനങ്ങ് വിട്ടുപോകണത്. അങ്ങനെ നമ്മൾ മടവൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ബൈ, അസ്സലാമു അലൈക്കും.